ലെഫ്റ്റ് 34 വർഷം അവിടെ ഭരിച്ചതല്ലേ, കോൺസിക്യൂട്ടീവ് ആയിട്ട് ഭരിച്ച ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ ഗ്രാസ് റൂട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാസ് റൂട്ട് കാഡർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടി വേറെയില്ല. അവര് വലിയ രീതിയിൽ തോറ്റുപോയി. അതെന്തുകൊണ്ടാണ് തോറ്റുപോയത്? കാരണം അവർ ഈ CPIM അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഓർമ്മ വരിക അവിടുത്തെ ട്രേഡ് യൂണിയൻ ഭീകരത, അല്ലെങ്കിൽ പവർ ഷോർട്ടേജ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് തടയുക. ഇതൊക്കെയായിരുന്നു ഈ CPIMന്റെ ഒരു പ്രതിച്ഛായ മാറിയത്. ടാറ്റ നാനോ സിംഗൂർ എന്തുകൊണ്ടാണ് വരാഞ്ഞത്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് CPIM അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ട്. അതേപോലെ തന്നെ BJPക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതേപോലെ തന്നെ TMCക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. TMC കൂടുതലും ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൂളിഗനിസം അല്ലെങ്കിൽ ഒരു ഗൂൺറിയിലേക്ക് മാറിക്കഴിഞ്ഞു. BJPക്ക് എന്തുകൊണ്ടോ നാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര തന്നെ ഇവിടെ എന്താ ഹിന്ദുത്വ അജണ്ട, ഫാസിസം, എന്താ പറയുക, ഐഡിയോളജിക്കലി നമുക്ക് എന്ത് വേണമെങ്കിലും പറയാമെങ്കിലും ജനങ്ങളല്ലേ ഈ വോട്ട് ചെയ്യുന്നത്. ഈ ജനങ്ങളുടെ വോട്ട് കിട്ടി അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടിയെ മറ്റു പല കാരണങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കാം. അതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പറയാം. ഈ കോൺഗ്രസിന്റെ കാര്യം നിങ്ങൾ നോക്കൂ. വെസ്റ്റ് ബംഗാളിൽ പൂർണ്ണമായിട്ടൊരു വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ട ഒരു പാർട്ടിയല്ലേ, ഈ രാജ്യത്തെ വലിയൊരു പാർട്ടിയാണ്. പക്ഷേ വെസ്റ്റ് ബംഗാളിലെ ഈ ഇലക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സീറ്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ കോമ്പറ്റീഷൻ, അവർക്ക് ഒരു പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ നേരിടാൻ പോലും പറ്റുന്നില്ല. ആസാമിൽ നോക്കുകയാണെങ്കിൽ BJPക്ക് ഹാട്രിക് എന്താ പറയുക ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. ഗൗരവ് ഗൊഗോയെ ഫീൽഡ് ചെയ്തിട്ടും വലിയ രീതിയിലുള്ള ഗ്യാരണ്ടീസ് ഒക്കെ മുന്നോട്ട് വെച്ചിട്ട് പോലും കോൺഗ്രസിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. തമിഴ്നാട്ടിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ വിജയായിട്ടൊരു സഖ്യം ഉണ്ടായിട്ട് വേണം അവരുടെ ഒരു പ്രതിച്ഛായെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ടോട്ടലി ഒരു എന്താ പറയുക കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഒരു തകർച്ച മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ DMK ഈ മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്തു. ഇപ്പൊ ജൂൺ 8 നടന്ന മീറ്റിംഗ് അത് ബോയ്ക്കോട്ട് ചെയ്ത് അവർ പോയി. ലെഫ്റ്റിലെ നേതാക്കൾ ഇപ്പം ഇവിടെ തന്നെ വലിയ രീതിയിൽ എന്താ പറയുക ചെറിയ പാർട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന ഒരു ആശയമാണല്ലോ മുന്നോട്ട് വെച്ചത്. അപ്പോൾ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലെഫ്റ്റിന്റെ ലീഡേഴ്സ് പോലും പറയുന്നത് എന്താ, ഈ BJPക്ക് എന്താ പറയുക വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. കാരണം കേരളത്തിൽ വന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് റെയ്ഡ് ചെയ്യുമ്പം അതിന് കോൺഗ്രസ് ഓക്കെയാണ്. പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾ ആന്റി BJP ഒരു പൊസിഷനാണ് എടുക്കുന്നത്. അപ്പം അവർക്കിടയിൽ തന്നെയുള്ള ഇങ്ങനത്തെ ചില നാരേറ്റീവ്സ് അവർക്ക് തമ്മിൽ തന്നെ യോജിച്ച് പോകാൻ പറ്റാത്ത ഒരു ബ്ലോക്കാണ് ഈ പറഞ്ഞ ഇന്ത്യ ബ്ലോക്ക്. അപ്പോൾ കോൺഗ്രസോ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചേർന്നുകൊണ്ട് പോലും BJPയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ BJPക്ക് എതിരെ വെക്കാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള നെറേറ്റീവ്സ് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ നമ്മുടെ രാജ്യം കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അത് രാജ്യത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ ഫേസ് ആയി മാറാൻ പറ്റിയ പാർട്ടി ഏതാണെന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും അതിപ്പോൾ എവിടത്തെ ഇലക്ഷൻ എടുത്ത് നോക്കിയാൽ ബംഗാൾ ആണെങ്കിലും ആസാം ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ, അവിടെയൊക്കെ തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഇവിടുത്തെ യഥാർത്ഥ ഓപ്പോസിഷൻ? ആർക്കാണ് ഈ BJPയെ നേരിടാൻ പറ്റുക? അല്ലെ BJPക്ക് എതിരെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഫാസിസം അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജി ഇതൊക്കെ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും ആളുകൾ എടുക്കുന്നില്ല, അതൊന്നും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ കേരളത്തിൽ പോലും BJPക്ക് അവരുടെ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയോളജി ടോട്ടലി ഫെയിലിയർ ആണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന ഫാസിസം അല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന് എല്ലാ കാലത്തും പഠിച്ച് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ 21 പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്, ഇനി അടുത്ത 5 കൊല്ലം കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ യൂത്ത് എഴുതി തള്ളിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്തൊക്കെ BJPക്ക് വലിയ രീതിയിലുള്ള വിക്ടറി കിട്ടുന്നത്. അപ്പം BJP എന്ന് പറഞ്ഞ പാർട്ടി ഒരു ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുമ്പോൾ അത് ആളുകൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവർ ജയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിലുള്ളതും. പിന്നെ ഇങ്ങനെയുള്ള കൂറുമാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അത് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അത് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല.